പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്റെ രാജാവിനെ പോലെ ആയിരിക്കും ഞാനും ജീവിക്കുന്നത്. ആ രാജാവിന്റെ മാനിഫെസ്റ്റോയാണ് ഗിരിപ്രഭാഷണം. അവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചെങ്കിൽ നമ്മൾ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അവനാണ് രാജാവെങ്കിൽ ആ രാജാവിന്റെ രീതിയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുകയാണ്. ആ രാജാവിന്റെ നീതിയാണ്, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ആ രാജാവിന്റെ രീതിയാണ് ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ അന്തസത്തയാണ് ശരിക്കും അതിലെ ആദ്യത്തെ അനുഗ്രഹീത വചനങ്ങൾ. ഇവിടെ യേശു അനുഗ്രഹീതർ എന്ന് വിളിക്കുന്ന ഭാഗം അത് നമ്മുടെ സ്വന്തമാണെങ്കിൽ, ഇഫ് വി ആർ ബ്ലസ്ഡ്, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. വി ആർ ബ്ലസ്ഡ്. ആ ബ്ലസ്ഡ്നെസ്സിനെ കുറിച്ച് പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് സ്വന്തമാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസിയാണ്. അല്ലെങ്കിൽ പ്രയാസമാണ്. അനുഗ്രഹ വചനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനുശേഷമാണ് കൽപ്പനകളൊക്കെ വരുന്നത്. ആ കൽപ്പനകൾ എനിക്ക് ഈസിയാണ്. എന്തായാൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്ന് വരികയാണെങ്കിൽ, അപ്പോൾ ഇത് കൽപ്പനകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ പറയുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. താഴോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ആദ്യത്തേത് പ്രൊക്ലമേഷനാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇറ്റ് പ്രൊനൗൺസസ് ദ ബ്ലെസ്ഡ്നെസ്. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണ്? സെക്കൻഡ് ഹാഫിലൂടെ പറയാണ്, ഇറ്റ് ടെൽസ് വാട്ട് ദ ബ്ലെസ്സിംഗ് ഈസ്. ബ്ലെസ്ഡ് ആർ ദ പുവർ in spirit, for theirs is the kingdom of God. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആദ്യത്തേത് ഒരു പ്രൊക്ലമേഷനാണ്. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ നേരെ വിപരീതമാണ് ഇവിടുത്തെ എല്ലാ അനുഗ്രഹീതാവസ്ഥയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യവും ലോകത്തിനൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ശപിക്കപ്പെട്ടവർ എന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഇവിടെ അനുഗ്രഹീതെന്ന് പറയുന്നത്. ഇതെങ്ങാനും മനുഷ്യന്റെ അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തല്ലിക്കൊന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലൂക്കോസിൽ അത് പറഞ്ഞിട്ടില്ല. ലൂക്കോസിൽ ആത്മാവിൽ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈവൻ ജസ്റ്റ് പ്ലെയിൻ ഹി സേസ് എന്താണ്? ബ്ലെസ്ഡ് ആർ ദ പുവർ. ആർ ദ പുവർ എന്നല്ല, ബ്ലെസ്ഡ് ബിക്കോസ് യു ആർ പുവർ. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, യാതൊരു രീതിയിലും യാതൊരു പ്രതീക്ഷയില്ലാതെ കഷ്ടതയിൽ മുങ്ങിത്താണ്, ഭാവി എന്താണെന്ന് അറിയാൻ വയ്യാത്ത, ഇവിടുത്തെ ആ പുവർ എന്ന വാക്കിന്റെ പ്രത്യേകത അതാണ്. അത്രയ്ക്കും കഷ്ടതയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അത്ഭുതം? നമ്മളെല്ലാവരും എന്താ പറയത്തുള്ളൂ? അയ്യോ എന്തൊരു കഷ്ടം എന്റെ ജീവിതം എന്നേ പറയത്തുള്ളൂ, അല്ലേ? രണ്ടാമത് നോക്കുമ്പോഴും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ എന്ന് തന്നെയല്ല ശരിക്കും അവിടെ പറയുന്നത് എന്താണ്? മരിച്ചു പോയവർക്ക് വേണ്ടി എന്നതുപോലെ മോങ്ങിക്കരയുന്നവർ എന്നാണ്. ബ്ലെസ്ഡ് ആർ ദോസ് ഹൂ മോൺ. മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ. അത് നമ്മൾ ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. ലോകത്തിന് ഒരിക്കലും ഇത് ബ്ലെസ്ഡ്നെസ് അല്ല, അതൊരു കേഴ്സാണ്. പക്ഷെ യേശു പറയുന്നു എന്താണ്? ഇതാണ് ബ്ലെസ്ഡ് സ്റ്റേജ്. യേശു അനുഗ്രഹീതർ എന്ന് പറഞ്ഞതൊക്കെ മറ്റുള്ളവർ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരെയാണ്. യേശുവിന്റെ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എത്ര വ്യത്യസ്തമാണെന്ന് നമ്മളിവിടെ അറിയുന്നത്. ഒരു കിങ്ഡം സ്റ്റാൻഡേർഡ്, അവന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്നാണ്. യേശുവിന്റെ വാക്കുകളുടെ ഒരു പ്രത്യേകത, അത് ആളുകളെ വെട്ടിലാക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. ഇന്നും യേശു പറഞ്ഞ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, യേശു പറഞ്ഞത് വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അതൊക്കെ പറയുന്നത് ചിലപ്പോൾ ആളുകൾ പറയുമ്പോഴത്തെ ആളുകൾ പെട്ടെന്ന് ചിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ലെന്നുള്ള രീതിയിലായി ചിരിക്കുന്നത്, ഇല്ലേ? ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അപ്പൊ ഇയാൾ തെറ്റി പറഞ്ഞാണെന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. കാര്യം നമ്മുടെ മനസ്സിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണെന്ന് പറഞ്ഞാൽ ഞാരെന്ന് സമ്മതിക്കും. പക്ഷെ ദാറ്റ് ഇസ് റിയാലിറ്റി. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം ഞാനൊരു ചർച്ചിൽ അടുത്ത സമയത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ അവർക്ക് വേണ്ടി യാതൊന്നും സമ്പാദിച്ചു കൊടുക്കാതിരിക്കുകയാണ്. കാര്യമെന്നറിയാമോ? സമ്പാദ്യങ്ങൾ ഉള്ളതാണ്
ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും തെറ്റിപ്പോകാനുള്ള കാര്യം അവർക്ക് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ജോലി കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ജോലി കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, ഇനിയും അനിയനെ പഠിപ്പിക്കണം, സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, അതല്ലെങ്കിൽ വീടൊന്ന് പുതുക്കണം, അതല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കണം, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ നമ്മൾ ജോലിക്ക് കയറിയത് അല്ലേ? ജോലിക്ക് കയറി ശമ്പളം കിട്ടിയപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പൈസ എടുക്കാൻ വാസ്തവത്തിൽ ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ചെറുക്കന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. അവൻ IT ഫീൽഡ് കഴിഞ്ഞിട്ട് നേരെ IT പഠിത്തം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കയറുമ്പോൾ അവന്റെ കിട്ടുന്ന ആദ്യത്തെ ശമ്പളം 40,000-50,000 രൂപയാണ്. അവന് അനിയനെ പഠിപ്പിക്കണ്ട, കാര്യം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പെങ്ങളെ കെട്ടിക്കണ്ട, അത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ വീട് പണിയണ്ട, അടുത്ത ഒരു 40 വർഷത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീട് നിങ്ങൾ അവന് പണിത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 50,000 കൊണ്ട് എന്തോ ചെയ്യും? പിന്നെ 50,000 കൊണ്ട് അവൻ എന്തോലൊക്കെ ചെയ്യും. അന്നേരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പിള്ളേർ പാപത്തിൽ വീണു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോയത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പിള്ളേരുടെ ജീവിതം തകരാറിലായി പോകുന്നത് അവർക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. അവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടാകട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനീ പറയുന്നത് വേറെ കാര്യമൊന്നുമല്ല, പക്ഷേ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിന്റെ ഒരു പാപം ചെയ്യണമെങ്കിലും കാശ് വേണമല്ലോ, ചുമ്മാ പറ്റൂ? പാപം ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടല്ലേ പറ്റുള്ളൂ? അതിനുള്ള റിസോഴ്സ് ഇല്ലാതെ പറ്റുമോ? അത് നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പട്ടയിൽ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം മറ്റൊന്നുമല്ല, അവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങളൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ പാടില്ല. സമ്പാദിച്ചു കൊടുത്താൽ അവൻ തെറ്റിപ്പോകും, അതിന് യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു, എന്തോ ചെയ്യാൻ ഇല്ലേ? ഞാൻ പറഞ്ഞത് ഈ യേശുവിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് കർത്താവും പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിന്റെ റീസണും ഉണ്ട് കർത്താവിന്. പക്ഷെ യേശുവിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്വാഭാവികമായി ജീവിക്കുന്ന ലൗകിക മനുഷ്യനത് പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ മനസ്സിലേക്ക് കയറിയെങ്കിലേ പറ്റുള്ളൂ. ഗിരിപ്രഭാഷണം നമുക്ക് വായിച്ചു പോകാൻ സുഖമാണ്, പക്ഷേ വായിച്ച് ഗ്രഹിച്ചാൽ അനാത്മികനാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് വട്ട് പിടിക്കും. ഗിരിപ്രഭാഷണം വായിച്ചിട്ട് ചുമ്മാതെ എഴുന്നേറ്റ് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂത്ത കള്ളനാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് വായിച്ചേച്ച് നിങ്ങൾക്ക് കൂളായിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന്, എന്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. അതല്ലെങ്കിൽ നിങ്ങൾ അസാമാന്യമായ കള്ളത്തരം അറിയാവുന്നവരാണ്. അല്ലെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കും. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞു, ഇറ്റ് ഇസ് ലൈക്ക് സ്പിരിച്വൽ ടോർപിഡോസ് എന്നാണ് പറഞ്ഞത്. സ്പിരിച്വൽ ടോർപിഡോസ് ആണ്. ചെന്ന് കിഴിഞ്ഞ് ടോർപിഡോസിന്റെ പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് നോട്ട് പോകുമ്പോൾ പൊട്ടുകയെന്നല്ല, ചെന്ന് പൊട്ടി ഇതങ്ങ് കറങ്ങി തിരിഞ്ഞ് ചെതറിക്കുന്നതാണ്, സ്മാഷ് ചെയ്യുന്നതാണ്, നമ്മളെ ചെതറിച്ച് കളയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേജ്. വെൻ യു റീഡ് ദ ബൈബിൾ, വെൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ, ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി, അവള് സ്കൂളിൽ പഠിപ്പിക്കുക, അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. Man, sometimes I feel when I'm comfortable, you are coming here and you smash me. ഒരുമാതിരി സ്വസ്ഥമായിട്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നീ വന്നിട്ട് എന്നെ പുകച്ചു കളയുമല്ലോ എന്ന്. അതാണ് പുകച്ചു കളയുന്നതാണ് വേദപുസ്തകം. ഇത് നമ്മളെ പുകയ്ക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദീസ് ആർ സ്പിരിച്വൽ ടോർപിഡോസ്. അതങ്ങനെ വേണം. ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിന്റെ ഏത് ഉപദേശങ്ങൾ, യേശുവിന്റെ ഉപദേശങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ പുകച്ചു കളയണം, സ്മാഷ് ചെയ്യണം, പൊട്ടിച്ചു കളയണം, സ്റ്റോമിങ്, നമ്മളെ അങ്ങ് തകർത്ത് കളയണം. അത് ഇവിടെ അതാണ്. ഇത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് വായിക്കാനുള്ളതല്ല, എന്തിനുള്ളതാണ്? ഇത് നല്ല ആശയമാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. പലപ്പോഴും ഇത് വായിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും നല്ല ആശയമാണ് കേട്ടോ, വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ആശയമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. യു നീഡ് ടു ഒബേ ഇറ്റ്. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയപ്പോൾ വായിച്ച വാക്യം എന്താണ്? ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട്
ചെയ്യുന്നവനൊക്കെ എന്നാ പറഞ്ഞത്, അല്ലാതെ കേൾക്കുന്നവനല്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. കേൾക്കുന്നവനല്ല. നല്ല ആശയമാണെന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. വളരെ നല്ലതാണെന്ന് പറയാൻ വേണ്ടി അല്ല നമ്മൾ വേദോസം പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് പ്രാക്ടീസ് ചെയ്യാനാണ്, അത് ചെയ്യാനുള്ളതാണ്. ദൈവവചനം നമ്മൾ അനുസരിക്കാനുള്ളതാണ്, അത് കേൾക്കാൻ മാത്രമുള്ളതല്ല. ബിബ്ലിക്കൽ ലിവിങ് അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പലപ്പോഴും പിശാച് നമ്മളോട് പറയുന്ന ഒരു കള്ളത്തരമുണ്ട്, ബിബ്ലിക്കൽ ലിവിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. വേദോസപ്രകാരമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും നടക്കത്തില്ല എന്നാണ് പിശാച് നമ്മളോട് പറയുന്നത്. എപ്പോഴും നമ്മൾ വേദപുസ്തകത്തിലെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നമ്മളവിടെ എന്താണ് കാണുന്നത്? നമ്മളുടെ മനസ്സിൽ ചിന്തിക്കും, ഓ അതൊക്കെ ഇപ്പം ഏലിയാവ് അങ്ങനെയൊക്കെ ചെയ്തു കാണും, ഇപ്പൊ ഏലിയാവ് ആരാ, ഞാൻ ആരാ? ചില ആളുകൾ പറയുന്നത് ഇയ്യോബ് കഷ്ടം, ഞാനെന്നാ ഇയ്യോബാണ്, നമ്മളെന്നാ യേശുക്രിസ്തു ആണെന്നു, നമ്മളെന്നാ പൗലോസാണെന്നു. ഇത് പിശാചാണ് നമ്മളോട് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം അതേപോലെ ജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. അല്ലെങ്കിൽ ഇതിനകത്ത് പറ്റത്തില്ല. പക്ഷേ നമ്മളത് അനുസരിക്കുന്നത് സ്വന്തം കഴിവുകൾ കൊണ്ടല്ല. അതൊരു ഫാക്റ്റാണ്. സ്വന്തം കഴിവുകൾ കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യൻ ഇത് വായിക്കുമ്പോഴത്തേക്ക് അവൻ നിരാശയിലേക്ക് വീണു പോകുകയാണ്. ഗിരിപ്രഭാഷണം ഒരു സാധാരണ മനുഷ്യൻ വായിച്ചാൽ നമ്മൾ അവനെന്ത് പറയും? എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അവൻ നിരാശയിലേക്ക് വീണു പോകുന്നു. നിരാശയിലേക്ക് വീഴണം. കാരണം ആ നിരാശയിൽ വീഴുമ്പോഴാണ് അവൻ സ്വയപരിശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പല സമയത്തും ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദവസപ്രകാരമുള്ള ജീവിതം ജീവിക്കാൻ നമ്മൾ നമ്മുടെ നാച്ചുറൽ എബിലിറ്റി ഉപയോഗിക്കുന്നത്. നമുക്ക് സ്വാഭാവിക ജനനം കൊണ്ട് ലഭിച്ചിരിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത്, വെൻ വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്, വി ആർ ബോൺ ഓഫ് ആഡം. നാച്ചുറൽ ബർത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ ആദാമിന്റെ മക്കളാണ്. ആദാമിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മാക്സിമം ശക്തി എന്ന് പറയുന്നത് ആദാമിന്റെ ശക്തിയേ ഉള്ളൂ. ആദാമിന് എത്രയും ശക്തി ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. പെണ്ണുമ്പോൾ ഒരു പഴം പഠിച്ചു തന്നിട്ട് ഇത് നല്ലതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിന്നുപോയ അത്രയും ശക്തിയൊക്കെ ആർക്കുള്ളൂ? ആദാമിന് ഉള്ളൂ. അപ്പോൾ ആദാമ്യ പ്രകൃതി കൊണ്ട് ഒരു ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. നമുക്കിത് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഗിരിപ്രഭാഷണം നമുക്ക് സാധ്യമായി തീരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ നാച്ചുറൽ ബർത്ത് മാത്രമല്ല നമുക്കുള്ളത്, വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിൽ നിന്ന് ജനിച്ചവരാണ്. ആത്മാവിൽ നിന്ന് ജനിക്കുമ്പോൾ നമ്മൾ ആദാമിന്റെ പ്രകൃതിയല്ല, യേശുവിന്റെ പ്രകൃതമാണ് സ്വീകരിക്കുന്നത്. കാരണം യേശുവും ആരിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്? ആത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ. സി, ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ ജീസസ് വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യേശു ആത്മാവിൽ ജനിച്ചതുകൊണ്ടാണ് യേശു ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചിട്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് ഒരു പുതുജനനം നൽകിയിരിക്കുന്നു. ആ പുതുജനനം ആദാമിൽ നിന്നല്ല. ആരിൽ നിന്നാണ്? ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത് എന്റെ അമ്മയിൽ നിന്ന് ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആദാമ്യ പ്രകൃതിയല്ല, പ്രത്യുത പുതുജനനത്താൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മപ്രകൃതമാണ്. ബിക്കോസ് I am born of the Spirit, I can live a spiritual life. I can. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? Yes. Why? Because he is born of the Spirit, I am also born of the Spirit. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചവർ തന്നെ ജീവിക്കുന്നത് പലപ്പോഴും ആദാമിനെ പോലെയാണ്. അതാ ഒരു വലിയ പ്രശ്നം. കാര്യം നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ ആത്മാവിൽ ജനിച്ച വിവരം.
എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനേ ബുദ്ധിയെ തെളിക്ക. അടിയാനും തിരിച്ചറിവാൻ അപ്പനേ ബുദ്ധിയെ തെളിക്ക. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ എന്റെ പ്രാണസഖി യേശുവേ, എന്റെ